നായകനായ ജനനായകൻ ശിവകാർത്തികേയന്റെ പരാശക്തി എന്നീ ചിത്രങ്ങൾ ഒരുമിച്ച് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നു. പരാശക്തിക്കെതിരെ വിജയ് ആരാധകർ നടത്തിയ പ്രതിഷേധങ്ങൾക്കെതിരെ ഈ ചിത്രത്തിന്റെ സംവിധായിക സുധാ കൊങ്ങര രംഗത്തെത്തിയിരുന്നു. വിജയ് ആരാധകർ ഗുണ്ടകളാണെന്നാണ് അവർ താരത്തിന്റെ പേരെടുത്തു പറയാതെ അന്നു പറഞ്ഞത്. ഇപ്പോൾ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് സുധാ കൊങ്ങര. മലക്കം മറിയുന്ന ഒരു വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. താൻ വിജയിയെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആരാധികയാണെന്നും സുധാ കൊങ്ങര മാധ്യമങ്ങളോട് പറഞ്ഞു. അതിന് മറ്റു വകഭേദങ്ങളില്ല. കാരണം താൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തോട് ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്. ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു. എന്നാൽ വിവിധ കാരണങ്ങളാൽ അത് നടന്നില്ലെന്നും അവർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സിനിമ ഞങ്ങളോടൊപ്പം റിലീസ് ചെയ്യാൻ നിശ്ചയിച്ചിരുന്നു. പൊങ്കൽ റിലീസ് എന്ന് മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ഓഡിയോ ലോഞ്ചിൽ ഞാൻ ആദ്യം പറഞ്ഞത് എന്റെ സിനിമ ഞാൻ 200 തവണ കാണും, പക്ഷെ ആദ്യ ദിനം ഞാൻ വിജയുടെ സിനിമ കാണാൻ പോകുമെന്നാണ്. സിനിമ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ജനനായകന് എന്ത് സംഭവിച്ചു? റിലീസിന് 2 ദിവസം മുൻപ് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല. അതൊരു സിനിമയ്ക്കും സംഭവിക്കരുത്. അവരുടെ സിനിമയുമായി മത്സരിക്കുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നില്ല. വിജയ് നമ്മുടെ രാജ്യത്തെ സൂപ്പർ സ്റ്റാർ ആണ്. അത്രയും വലിയ ഒരു നടനോട് ഞങ്ങൾ മത്സരിക്കുമോ? ഒരിക്കലുമില്ല. അതിന് ഒരിക്കലും സാധിക്കില്ല. ശിവകാർത്തികേയനെ നായകനാക്കി സുധാ കൊങ്ങര സംവിധാനം ചെയ്ത പരാശക്തി ജനുവരി 10-നാണ് പൊങ്കൽ റിലീസായി എത്തിയത്. ജനുവരി 9-ന് എത്തേണ്ടിയിരുന്ന TVK നേതാവ് വിജയ് നായകനായ ജനനായകൻ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് റിലീസ് നീട്ടിവെക്കുകയായിരുന്നു. ജനുവരി 10-ന് പരാശക്തി റിലീസായെങ്കിലും ബോക്സ് ഓഫീസിൽ വിജയം കൈവരിക്കാൻ സിനിമയ്ക്ക് സാധിച്ചിരുന്നില്ല. പരാജയപ്പെടുന്ന കാഴ്ചയാണുള്ളത്. ഡോൺ പിക്ചേഴ്സിന്റെ ബാനറിൽ ആകാശ് ഭാസ്കരൻ നിർമ്മിച്ച ചിത്രമാണ് പരാശക്തി. രവി മോഹൻ, ശ്രീലീല, അഥർവ മുരളി, ദേവ് രാംനാഥ്, പൃഥ്വിരാജൻ, ഗുരു സോമസുന്ദരം, ബേസിൽ ജോസഫ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ. 1960കളിലെ മദ്രാസ് പശ്ചാത്തലമാക്കുന്ന ഈ സിനിമ തമിഴ്നാട്ടിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത 2 സഹോദരന്മാരുടെ കഥയാണ് പറയുന്നത്. TVK നേതാവ് വിജയ് നായകനാകുന്ന അവസാന ചിത്രമാണ് ജനനായകൻ. ഇതോടുകൂടി വിജയ് സിനിമാ ജീവിതം ഉപേക്ഷിക്കുകയാണ്. ഇനി രാഷ്ട്രീയ ജീവിതത്തിൽ സജീവമാവുകയാണ് ലക്ഷ്യം. സിനിമ പൊങ്കൽ ആഘോഷത്തിന് മുൻപ് പുറത്തിറക്കാനായിരുന്നു ലക്ഷ്യം. പക്ഷേ സെൻസർ ബോർഡിന്റെ നീക്കം സിനിമയ്ക്ക് വലിയ തിരിച്ചടിയായി. നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പറഞ്ഞ സമയത്ത് സിനിമ തിയേറ്ററുകളിൽ എത്തിക്കാൻ സാധിക്കാത്തതിന് നിർമ്മാതാവ് K. വെങ്കട്ട് നാരായണ പ്രേക്ഷകരോട് ക്ഷമാപണം നടത്തിയിരുന്നു. സിനിമയ്ക്കുടൻ പ്രദർശനാനുമതി നൽകണമെന്ന് മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തതോടെയാണ് റിലീസ് അനിശ്ചിതത്വത്തിലായത്. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെ ചോദ്യം ചെയ്ത് സെൻസർ ബോർഡ് നൽകിയ അപ്പീൽ ജനുവരി 21-ന് പരിഗണിക്കും. ഇതുകൊണ്ടാണ് സിനിമയുടെ റിലീസ് നീണ്ടുപോയത്. ഇതേ തുടർന്നാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകാൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചത്. എന്തൊക്കെയായാലും വിജയുടെ അവസാന സിനിമ കാണാനുള്ള ആകാംക്ഷയിലാണ് രാജ്യത്തെ ഓരോ വിജയ് ആരാധകരും.